പ്രദീപിന് 60,246 വോട്ടുകളാണ് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രദീപ് വിജയിച്ചിരിക്കുന്നു. അഞ്ജുരാജ്, 12,667 വോട്ടാണ് 12 റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ പ്രദീപിന് കിട്ടുന്ന ലീഡ്. അതൊരു അപരാജിത ലീഡ് തന്നെയാണ്. 13ാമത്തെ റൗണ്ട് വോട്ടെണ്ണൽ, അതായത് 12 ബൂത്തുകളാണ് 13ാമത്തെ റൗണ്ടിലുള്ളത്. പഴയന്നൂർ പഞ്ചായത്തിലെ 160 മുതലുള്ള ബൂത്തുകൾ. ആ ബൂത്തുകളുടെ ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി ഇനി പുറത്തു വന്നാൽ മതി. ടാബുലേഷൻ പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 12,000-ലധികം വോട്ടുകൾക്ക് ഉറപ്പായും പ്രദീപ് വിജയിച്ചു കഴിഞ്ഞു. അവസാന ഫല പ്രഖ്യാപനത്തിനായാണ് ഇനി കാത്തിരിക്കുന്നത്. പ്രദീപ് കൗണ്ടിംഗ് സെന്ററിലേക്ക്, വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അകത്തേക്ക് എത്തിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. 12,067 ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം. അത് അന്തിമമായ കണക്കാണ്. ഇനി വോട്ടിംഗ് സെന്ററിൽ ചെന്ന് പേപ്പറുകൾ ഒപ്പിട്ട് വിജയം സ്വീകരിക്കുക എന്ന ഔപചാരികമായ പ്രക്രിയയ്ക്ക് പ്രദീപ് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മന്ത്രി കെ രാജൻ ഒപ്പമുണ്ട്. മണ്ഡലത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം, ബാൻഡ് മേളം, ലഡു വിതരണം, എല്ലാ തരത്തിലുള്ള വിജയ ആഘോഷങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പാലക്കാട് വോട്ടെണ്ണൽ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. 16,611 അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലീഡ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി LDFന് മുൻതൂക്കമുള്ള മേഖലകൾ കൂടി ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ കണക്കിൽ ചെറിയ വ്യത്യാസം വന്നേക്കാമെങ്കിലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിജയം ഉറപ്പിച്ചതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 3,51,278 ഈ ഘട്ടത്തിൽ. എന്തായാലും LDFനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്നത് അവിടെ ചേലക്കരയിലെ മിന്നുന്ന ജയമാണ്. 12,067 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,400 വോട്ടിന് കെ രാധാകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ്. 96 മുതൽ ഇന്നോളം ഇടത്തോട്ട് തിരിയാത്ത മണ്ഡലമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ തോതിൽ UDFന്റെ പക്ഷത്തേക്ക് തിരിഞ്ഞതൊഴിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5,100 വോട്ടിന്റെ മാർജിൻ LDFന് അനുകൂലമായി ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ അതിന്റെ ഇരട്ടിയിലധികം വോട്ടിന് രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോഴും ചേലക്കരയിൽ LDFന് അനുകൂലമാണെന്ന് തെളിയിച്ചുകൊണ്ട് സൗമ്യനായ പക്വതയുള്ള സ്ഥാനാർത്ഥിയായി പ്രദീപ് സുരക്ഷിതമായി മധ്യ കേരളത്തിലെ ചുവപ്പ് കോട്ടയാണ്, ചുവന്ന പൊട്ടാണ് ചേലക്കര എന്ന് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മണ്ഡലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM അകപ്പെട്ട ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് ഇടയിൽ വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ മിന്നുന്ന ജയം എന്ന് തന്നെ പറയാം. നാം 21 കണക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഘട്ടത്തിൽ, ഈ രാഷ്ട്രീയ ഘട്ടത്തിൽ പ്രദീപ് നേടുന്നത് മിന്നുന്ന ജയം തന്നെയാണ്. അവിടെ BJP ഉണ്ടാക്കിയതും മികച്ച നേട്ടം തന്നെയാണ്. രമ്യ ഹരിദാസിന് ഒരു ഘട്ടത്തിൽ പോലും അവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റിയിട്ടില്ല എന്നത് കോൺഗ്രസ് സംഘടനാപരമായി പരിശോധിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറും. ഇപ്പുറത്ത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം 16,611 വോട്ടിന് മുന്നിലാണ്. അത് BJPക്കാണ് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാകുന്നത്. ആദ്യം മുതലേ തന്നെ നഗരസഭാ വോട്ടുകളിലെല്ലാം കടന്നു കയറുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. 2ാം റൗണ്ട് മുതൽ തന്നെ ആ ട്രെൻഡ് കൃത്യമായിരുന്നു. 2ാം റൗണ്ട് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കടന്നുവരവായിരുന്നു, മുന്നോട്ടു പോക്കായിരുന്നു. അവിടം മുതൽ താഴ്ന്നുപോയ BJPയാണ്. ഇത് LDFുമായുള്ള വോട്ട് വരെ വളരെ ചെറിയ തോതിൽ, ചെറിയ വ്യത്യാസം മാത്രമെന്ന പരുങ്ങുന്ന സ്ഥിതിയിലേക്ക് BJP മാറിയിട്ടുണ്ട് പാലക്കാട്. അപ്പുറത്ത് വയനാട്ടിൽ പ്രിയങ്കയുടെ ലീഡ് 3.5 ലക്ഷം എത്തിയിരിക്കുന്നു. അതിന് 4 ആകുമോ എന്നാണ് അറിയാനുള്ളത്.